നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 8 നോ അവർ ലാൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് 5ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നാടറിയാം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ടെക്സ്റ്റ് കൂടെ എടുത്തു വെച്ച് വേണം എല്ലാ കൂട്ടുകാരും പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് എ ഗ്രാമപഞ്ചായത്ത്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 134. 134 പേജിൽ കൊടുത്തിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിച്ചതിന് ശേഷം താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാണിയംകുളം ഹാസ് എ ഫിസിയോഗ്രഫി കൺസിസ്റ്റിംഗ് ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് വിച്ച് ഈസ് ദ മേജർ റിവർ സീൻ ഇൻ ദ ഔട്ട്ലൈൻ. ഔട്ട്ലൈനിൽ കാണുന്ന ആ രൂപരേഖയിൽ കാണുന്ന നദി, വാണിയംകുളം പഞ്ചായത്തിൻ്റെ നദി ഏതാണെന്നാണ് ചോദ്യം. ഭാരതപ്പുഴ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് റൺസ് പാരലൽ ടു ഭാരതപ്പുഴ. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലൈൻ ഏത് ഗതാഗതമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം റെയിൽവേ ലൈൻ. അടുത്ത ചോദ്യം, ഹൗ ഡസ് ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചർ, ഫുഡ് ഹാബിറ്റ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര ഓഫ് ദ പീപ്പിൾ ഇൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നു, കൃഷിയിൽ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ഭക്ഷണക്രമങ്ങളിൽ, ഗതാഗതത്തിൽ ഒക്കെ എങ്ങനെയൊക്കെ സഹായിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. ദ ഫർട്ടൈൽ സോയിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അവിടുത്തെ ഫലപുഷ്ടിയുള്ള മണ്ണ് എന്തിന് സഹായിക്കുന്നു? കൃഷിക്ക് സഹായിക്കുന്നു. ദ റിവർ ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ഫിഷിംഗ്. അതുപോലെ നദി ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും സഹായിക്കുന്നു. പ്രോക്സിമിറ്റി ടു റെയിൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് സച്ച് ജേർണീസ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് എന്തുള്ളത്? റെയിൽപാതയുള്ളത്, റെയിൽ ഗതാഗതമുള്ളത്, അങ്ങനത്തെ യാത്രകൾക്കും അവരെ സഹായിക്കുന്നു. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. അടുത്ത വീണ്ടും കൊടുത്തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ചിട്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 136 രൂപരേഖ ഭൂപടം ശ്രദ്ധിച്ചിട്ട് ഉത്തരം എഴുതുക. 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള. കേരളത്തിലെ 3 തരത്തിലുള്ള ഭൂപ്രകൃതി ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ ഹൈലാൻഡ്, ലോലാൻഡ്, കോസ്റ്റൽ ഏരിയ. മലനാട്, ഇടനാട്, തീരപ്രദേശം. അടുത്ത ചോദ്യം, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഫ്രം ദ സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്നും എത്രത്തോളം ഉയരെയാണ് ഈ ഓരോ ഭൂപ്രകൃതി വിഭാഗമെന്നാണ് ചോദ്യം. ഹൈലാൻഡ് എബവ് 75 മീറ്റർ, മിഡ്ലാൻഡ് ബിറ്റ്വീൻ 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ, കോസ്റ്റൽ ഏരിയ ബിലോ 7.5 മീറ്റർ. ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള വിച്ച് ഈസ് അഡ്ജാസൻറ്റ് ടു ദ ലക്ഷദ്വീപ് സീ. ലക്ഷദ്വീപ് സീക്കടുത്ത്, കടലിനടുത്ത് കാണുന്ന ഭൂപ്രകൃതി ഏതാണെന്നാണ് ചോദ്യം. കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം ആണ്. അടുത്ത ചോദ്യം, ഫിസിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് കേരള വിച്ച് ലൈസ് അലോങ് ദ സ്റ്റേറ്റ് ബോർഡേഴ്സ് ഓഫ് തമിഴ്നാടു ആൻഡ് കർണാടക. ഏത് ഭൂപ്രകൃതിയാണ് തമിഴ്നാടിനും കർണാടക സംസ്ഥാനത്തിനും അടുത്തൂടെ കിടക്കുന്നത് കേരളത്തിൽ? ഹൈലാൻഡാണ്. ഹൈലാൻഡ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈലാൻഡ്? ഹൈലാൻഡിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ആൻസർ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹിൽസ്, മൗണ്ടൻസ് ആൻഡ് പീക്സ്. ഇവിടെ എന്തൊക്കെയുണ്ട്? കുന്നുകൾ, പർവ്വതങ്ങൾ, പീക്സ്, നിരപ്പായ പീഠഭൂമികൾ എന്നിവ ഉണ്ട്, കൊടുമുടികൾ എന്നിവ ഉണ്ട്. ഇറ്റ് റിസീവ്സ് ഹെവി റെയിൻഫോൾ ആൻഡ് ഈസ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി. ഇവിടെ നന്നായിട്ട് മഴ ലഭിക്കും, അതുകൊണ്ട് നല്ല പച്ചപ്പ് ഉള്ള പ്രദേശമാണ്. ഓൾ ദ 44 റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാൻഡ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നതും ഈ മലനാട്ടിൽ നിന്ന് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഡ്ലാൻഡ്. മിഡ്ലാൻഡിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ദ ടോപ്പോഗ്രഫിക്കൽ സെക്ഷൻ ലൈങ് ബിറ്റ്വീൻ ദ ഹൈലാൻഡ് ആൻഡ് ടു കോസ്റ്റൽ റീജിയൻ. മിഡ്ലാൻഡ് എന്ന് പറയുന്നത്, അതായത് ഇടനാടിൻ്റെ കിടപ്പ് ഏതിനൊക്കെ ഇടയ്ക്കാണ്? മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കാണ്. ദെയർ ആർ സ്മോൾ ഹിൽസ്, വാലീസ് ആൻഡ് റിവർ ബാങ്ക്സ്. അവിടെ എന്തൊക്കെയുണ്ട്? ചെറിയ കുന്നുകളും താഴ്വാരങ്ങളും അതുപോലെ നദീതീരങ്ങളും ഉണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദിസ് ഈസ് എ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ് അഡ്ജാസ്റ്റൻ ടു ദ ലക്ഷദ്വീപ് സീ. ലക്ഷദ്വീപ് സീയുടെ ലക്ഷദ്വീപ് കടലിൻ്റെ അടുത്തൂടെ കടന്നു പോകുന്ന ഭൂപ്രദേശമാണ് ഇത് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം. ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ കോസ്റ്റൽ റീജിയൻ. തീരത്തിനോടടുത്താണ് ഈ പ്രദേശം കിടക്കുന്നത്. വിച്ച് ഡിസ്ട്രിക്ട്സ് ഇൻക്ലൂഡ് ഹൈലാൻഡ്. ഹൈലാൻഡിൽ മലനാടിൽപ്പെടുന്ന ജില്ലകൾ, കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. വിച്ച് ഡിസ്ട്രിക്ട്സ് ഇൻക്ലൂഡ് മിഡ്ലാൻഡ്. ഇടനാട്ടിൽപ്പെടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ട്രിക്ട്സ് ഇൻക്ലൂഡ് കോസ്റ്റൽ ഏരിയ. തീരപ്രദേശത്തുള്ള കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. വിച്ച് ഡിസ്ട്രിക്ട്സ് കംപ്രൈസിങ് ഓൾ 3 ഫിസിയോഗ്രഫിക്കൽ കാറ്റഗറീസ്. ഈ 3 ഭൂപ്രകൃതിയും കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കോഴിക്കോട് ആൻഡ് കണ്ണൂർ. കോഴിക്കോടും കണ്ണൂറുമാണ് മിഡ്ലാൻഡ്, ഹൈലാൻഡ്, കോസ്റ്റൽ ഏരിയ, ഈ 3 ഭൂപ്രകൃതിയും ഉൾപ്പെടുന്ന പ്രദേശം. വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് മൺസൂൺ സീസൺസ് ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? മൺസൂൺ കാലം. ആൻസർ, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓർ കാലവർഷം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ തുലാവർഷം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്ന കാലവർഷവും അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്ന തുലാവർഷവും. മോസ്റ്റ് ഓഫ് ദ റെയിൻഫോൾ ഇൻ കേരള ഒക്കേഴ്സ് ഡ്യൂറിങ് വിച്ച് മൺസൂൺ സീസൺ. ഏത് മഴക്കാലത്താണ് കൂടുതൽ മഴ കേരളത്തിൽ ലഭിക്കുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ്. ഇൻ വിച്ച് മന്ത്സ് ഡു വി എക്സ്പീരിയൻസ് സമ്മർ ഇൻ കേരള. കേരളത്തിലെ വേനൽക്കാലം എന്നു മുതൽ വരെയാണ്? മാർച്ച് ടു മെയ്, മാർച്ച് മാസം മുതൽ മെയ് വരെ. വാട്ട് ഈസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യം വേണ്ട ഘടകം ഏതാണ്? സോയിൽ, മണ്ണ്. ഹൗ ഈസ് സോയിൽ ഫോംഡ്. എങ്ങനെയാണ് ഈ മണ്ണ് രൂപം കൊള്ളുന്നത്? ദ പ്രോസസ് ഓഫ് വെതറിങ് ഓഫ് റോക്ക് ടു ഫോം സോയിൽ ടേക്സ് എ ലോങ് ടൈം. അതായത് പാറ വളരെ കാലം ഇങ്ങനെ പല കാലാവസ്ഥയിലൂടെ കിടന്ന് ഒരുപാട് സമയമെടുത്താണ് ഈ മണ്ണ് ഉണ്ടാകുന്നത്. ടോപ്പോഗ്രഫി, ക്ലൈമറ്റ്, റോക്ക് സ്ട്രക്ചർ ആൻഡ് ഏജ്, ദ ആക്ടിവിറ്റി ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് കോൺട്രിബ്യൂട്ട് സോയിൽ ടു സോയിൽ ഫോർമേഷൻ. മണ്ണ് രൂപീകരണത്തിന് നമ്മുടെ കാലാവസ്ഥയും അതുപോലെ തന്നെ പാറകളുടെ ഘടനയും അതായത് കല്ലുകളുടെ ഘടനയും അതുപോലെ ചെടികളുടെ സ്വഭാവവും മൃഗങ്ങളുടെയും ഒക്കെ സ്വഭാവവും അതുപോലെ ചെറിയ മൈക്രോ ഓർഗാനിസം, ചെറിയ ജീവികൾ, സൂക്ഷ്മജീവികളും ഒക്കെ എന്തിന് കാരണമാകുന്നു? നമ്മുടെ മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണം ആകുന്നുണ്ട്. വാട്ട് ആർ ദ മേജർ സോയിൽസ് ഓഫ് കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണ് ഇനങ്ങൾ ഏതൊക്കെയാണ്? ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, ഫോറസ്റ്റ് സോയിൽ ആൻഡ് പീറ്റ് സോയിൽ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. ലാറ്ററൈറ്റ് മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, അലൂവിയൽ സോയിലുണ്ട്, അലൂവിയൽ മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, അതുപോലെ വനമണ്ണുണ്ട്, പീറ്റ് സോയിലുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. വാട്ട് ആർ ദ കണ്ടീഷൻ ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ. എന്തെല്ലാം ഘടകങ്ങളാണ് മണ്ണിൻ്റെ രൂപീകരണത്തെ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകളെ സ്വാധീനിക്കുന്നത്? എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ, അൺസയൻറ്റിഫിക് മൈനിങ് പ്രാക്ടീസ്, അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണ്? കൂടുതലായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക, രാസവളം ഉപയോഗിക്കുന്നത് മണ്ണിനെ ബാധിക്കും. പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് മണ്ണിനെ ബാധിക്കും. കീടനാശിനികൾ, അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മണ്ണിലിടുന്നത് ബാധിക്കും. അതുപോലെ അശാസ്ത്രീയമായ മൈനിങ് പ്രാക്ടീസ്, ഖനനം, കുഴിച്ചെടുക്കൽ മണ്ണിനെ ബാധിക്കും. അതുപോലെ അശാസ്ത്രീയമായ കൃഷി രീതികളും മണ്ണിനെ ബാധിക്കും. വാട്ട് മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ സോയിൽ കൺസർവേഷൻ. മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഫോറസ്റ്റേഷൻ, വനവൽക്കരണം, എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ഷൻ, അതിൻ്റെ മണ്ണിടിച്ച് തടയുന്നതിനുള്ള സംരക്ഷണം, മാംഗ്രോവ്സ്, കയർ, ജിയോ ടെക്സ്റ്റൈൽസ്, അതായത് ഭൂവിസ്തൃതി
ഭൂമിയുടെ എന്താണ് അതിൻ്റെ ഭൂമിയുടെ കയർ ഭൂവസ്ത്രം എന്ന് പറയുന്നത്, കയർ ഭൂവസ്ത്രം, അതാണ് കയർ ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്? കയർ ഭൂ വസ്ത്രമെന്നാണ്. അതുപോലെ മാംഗ്രോവ്സ് കണ്ടൽക്കാടുകളുടെ നിർമ്മാണം അതിനെ സഹായിക്കും. അതുപോലെ സ്റ്റോൺ വോൾ ഫെൻസ്, കയ്യാലകളെന്ന് പറയും, കല്ലിന് കൊണ്ടുണ്ടാകുന്ന കയ്യാലകൾ അതിനെ സഹായിക്കും. ടെറസ് ഫാമിംഗ്, തട്ട് കൃഷി നമ്മളെ സഹായിക്കും. ഇതൊക്കെയാണ് എന്താണ് സോയിൽ കൺസർവേഷന്, മണ്ണ് സംരക്ഷണത്തിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് താഴെ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സോയിൽ കൺസർവേഷന് സഹായിക്കുന്നത് അഫോറസ്റ്റേഷൻ, വനവൽക്കരണം, അതുപോലെ എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ഷൻ, പുലിമുട്ട് നിർമ്മാണം എന്ന് പറയും, അതാണ് എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ഷൻ. മാംഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകൾ. ജിയോ ടെക്സ്റ്റൈൽസ്, കയർ ഭൂവസ്ത്രം. സ്റ്റോൺ വോൾ ഫെൻസ്, കയ്യാലകൾ ഉണ്ടാക്കുക. ടെറസ് ഫാമിംഗ്, തട്ടുകൃഷി നടത്തുക. വിച്ച് നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള പ്രകൃതി വിഭവം ഏതാണ്? വാട്ടർ, വെള്ളമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ പ്രകൃതി നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സ്രോതസ്സ് ഏതാണ്? വെള്ളമാണ്. അപ്പം ഇത്രയും ചോദ്യോത്തരങ്ങൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയത്തിൻ്റേതായ ഒരു പുതുവത്സരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.